നിന്നെ അടിക്കും. ചോദിക്കാൻ വന്ന എല്ലാത്തിനും അടിക്കും. പ്രശ്നം എന്തോ നിന്റെ നിനക്ക് എന്തുവാടാ വിരളി പിടിച്ചു? ബാബുവിന്റെ ഫോട്ടോ വയ്ക്കേ. രോമത്തിൽ തൊടുലടി എന്റെ രോമത്തില്, എന്റെ രോമത്തിൽ. നീയൊക്കെ എന്റെ രോമത്തിൽ തൊടില്ല, മനസ്സിലായടി? സോറി ചെറിയ കുട്ടിയെ ഇതാര് ഇരിക്കുന്ന ആള്? ഇതാരാ? ആരേത്? പേരെന്താ? ഭയങ്കര ചിരിയാണല്ലോ. എന്നെ വണ്ടി കയറി ലോക്കൽസ് വണ്ടി കയറി ഇറങ്ങി. അളിയ ഒരു സെക്കൻഡ് അളിയ. എന്തറീ എന്തറീ നിന്നെ തൊടും പിന്നെ നിന്റെ ബേബി. എടീ നീ നിന്നെ അടിക്കും. ചോദിക്കാൻ വന്ന എല്ലാത്തിനും അടിക്കും. എനിക്ക് പണ്ട് നീ എവിടെ ഒരുത്തി അടിച്ചിട്ട് ഓർമ്മ വന്നു. ഈ കറക്റ്റ് ഈ കുട്ടിക്ക് എന്തൊരു ചോദിക്കണ്ട. ഞാൻ അടിച്ച വാറാവും. ഞാൻ വാറാവില്ലേ? എന്നിട്ട് ഞാൻ വാറാക്കളയും. വാറില്ലാതെ വാറുമില്ല ഇവിടെ. ഇവിടെ ഒരു വാറുമില്ല. നിനക്കൊല്ല ചോദിക്കണ്ടാ. സാക്ഷിയായിട്ട് നീ പറയോ നമ്മളെ അടുത്ത്? നിനക്ക് ഓർമ്മയില്ല. അയ്യോ നിനക്ക് പ്രാന്താ. നിങ്ങളെല്ലാം കണ്ടായിരുന്ന? നിങ്ങളെല്ലാം കണ്ടായിരുന്ന? കണ്ട എല്ലാരെയും കൊല്ലും ഞാൻ. കണ്ടായിരുന്ന? ഒന്നുമില്ല ഒന്നുമില്ല. ഇവിടെ ഒരു കല്യാണം. ഒരാള് മാറി. ഇതാരാ? പാച്ചൂസെല്ലാം കണ്ടാറ്? ഇവിടെ എന്താ നടന്നത്? ഇവിടെ ഇവരൊക്കെ ആരാ കൊന്ന്? ഒരു സെക്കൻഡ്. ജാക്സൺ ആണോ? ജാക്സൺ ആണോ? എന്റെ അടുത്ത് 40 തവണ ഞാൻ പറഞ്ഞ് പോസ്റ്റ് പറയില്ലെന്ന്. നീ വല്ല കണ്ടാടാ? ഇവിടെ നടക്കണല്ല കണ്ടാടാ? നീ കണ്ടാ? നീ വല്ല കണ്ടാ? വല്ല കണ്ടാ? നീ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഹായ് 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 ചോദിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാ പെട്ടെന്ന് പറയാം. 5 ബുള്ളറ്റ് കൂടെ ബാക്കിയുള്ളൂ. നിനക്ക് വട്ടായ സൂര്യോസ് കിട്ടടിച്ചേട്ടാ. മലപ്പുറം കിറ്റടിച്ച് അളിയാ. ഇച്ചിരി കുറച്ച് ദിവസം അണ്ണു വിളിക്കണട്ടാ. ഹലോ അണ്ണു. ഇവിടെ MRCയിലുള്ളവര് അലീനെ എലി എല്ലാരും അടിച്ചു വന്നിട്ട് ഇവിടെ ഇവിടെ മുതുക്കില്. മുതുക്ക് എവിടായിട്ട് വരും? അണ്ണു മുതുക്കുണ്ടാ? മുതുക്കിന്റെ എവിടായിട്ട് വരും? മുതുക്കിന്റെ ബീച്ച് സൈഡ് ആൾക്കാർ കൂടിക്കുന്ന സ്ഥലം. അല്ലല്ല MRC അല്ല, DRS. ഇത് എനിക്കൊന്ന് ഒന്നുമില്ല. അപ്പൊ ചന്ദ്രൻ ആരാ കൊന്നത്? ഞാനല്ല. പിന്നെ നിങ്ങൾ നേരത്തെ സൈല വെച്ചിട്ട് വള്ളിയായിരുന്നു കേട്ടോ അവിടെ. പറഞ്ഞ അവിടെ എന്തിനാ കൊറേ കൂടി പേലെല്ലാം വന്ന് അലമ്പ. ഇപ്പൊ പേല ഒരു വെടി വെച്ച് വരൂല ഇവിടെ. അപ്പൊ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇപ്പൊ. പണ്ടൊക്കെ ആയിരുന്നു ഒരു പേല പറഞ്ഞ പേലേനെ അടിച്ചു. അണ്ണൂരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് MRC അടിച്ചു വന്നു. അന്ന് ഇപ്പൊ നേരെ പോയിട്ട് MRCയിൽ ആരെങ്കിലും തൂക്കിയെടുക്കും.
അണ്ണൂരടി ഇവിടെ വലിയ സെറ്റപ്പ് ആയെന്ന് പറഞ്ഞു മേയറൊക്കെ ആകാൻ പോണത് പണിച്ച് കുറച്ച് ഫണ്ട് അടിച്ച് പറ്റിയാലോ എട്ടേലേ പൊട്ടും നമ്മളെത്ര കണക്കാക്കുന്നു അതിന് നമുക്ക് ഓപ്പോസിറ്റ് പാർട്ടിയുടെ അടുത്ത് പൊട്ടിക്കാൻ വേണ്ടിട്ട് കുറച്ച് ക്യാഷ് മേടിക്കാം അല്ല ഇനി ഓപ്പോസിറ്റ് വല്ല സാഹചര്യം വല്ല കേട്ടാ ഇങ്ങനെയാണെങ്കിൽ പൈസ പൈസ വാരി അറിഞ്ഞ സത്യം അവിടെ എവളെല്ലാരും കൂടി ഇപ്പൊ വരും കേട്ടോ എന്നെ അടിക്കാൻ സംരക്ഷിക്കണം എന്നെ അതൊക്കെ ഹെൽമെറ്റ് വെക്കട്ടെ ആ ഹെൽമെറ്റ് ഉണ്ട് എടാ നാശം പിടിച്ചവനെ നിന്നെ കൊണ്ട് എന്തോ ഒരു ശല്യമാടാ ചന്ദ്ര നിനക്കെന്തോ വയ്യേടാ നിനക്ക് അതൊരു തലക്കകത്ത് നീ എന്തിനാണ് ഇവരെ ഇത്രയും പേരെ അടിച്ചു കൊല്ലുന്നത് ഞാനല്ലേ MRCയിൽ ആരോ ആണ് ഞാൻ കണ്ടതാ അതല്ലേ ഞാൻ പറഞ്ഞത് അതല്ല അണ്ണുനെ ഞാൻ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞില്ല അണ്ണുനെ വിളിച്ച് MRCയിൽ ആരോ ആണ് ഒരു മിനിറ്റ് MRCയിൽ ആരാ ആരാന്നറിഞ്ഞൂടാ എടാ ഞാൻ അവരുടെ മുന്നേ നിക്കുവാടാ വാണമേ എന്തോ കൂട്ടത്തിലില്ലാത്ത വേറെ ഒരുത്തരെ അടിച്ച് ആരാ ചന്ദ്രനെ അടിച്ചേ രണ്ടുപേരെ അടിച്ചിട്ട് എടാ തന്തയില്ലാത്തവനെ ഇതിന്റെ പ്രശ്നം എന്തുവാ അണ്ണു ഞാൻ ആരെ ഇടിച്ചില്ല കള്ളം പറയാ ഇതിന്റെ കണ്ണു പൊട്ടിത്തെറിച്ച് ചാവും വെച്ച് പയറ് ഞങ്ങള് പിന്നെ എന്തുവാ ഇവിടെ ഒരു കൂട്ടോ കിടന്നത് ചന്ദ്രൻ എനിക്കൊന്നും പറയില്ല സത്യം പറഞ്ഞുണ്ടല്ലോ ഞാൻ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടേ ഞാൻ നിന്നെ സസ്പെൻഡ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് ഞാൻ തരാന്നാണ് അവൻ പറഞ്ഞേക്കുന്നത് മനസ്സിലായോ വാസു കാരണം വെച്ചാ വേണ്ട ഇത് കാരണം നിന്നെ കൊണ്ട് പ്രയോജനം നീ വെറും ഇതാടാ നീ ഒരു യൂസ്ലെസ് ആണ് മനസ്സിലായോ അന്നു ആ പയ്യന്റെ ഒരു സോറി പറഞ്ഞ എങ്ങനെയെങ്കിലും ഇതൊന്ന് കോംപ്രമൈസ് ചെയ്യോ ആ പയ്യനില്ലേ എടാ ചന്ദ്ര പിന്നെ നീ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെടാ നീ അതാണ് ഞാൻ അടിച്ചത് അന്ന് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യത് ദൈവമേ എനിക്ക് ആ പയ്യൻ വല്ല പ്രശ്നം ഒന്ന് സംസാരിക്കുന്നില്ല എന്താ നീനെ കൊല്ലുവോ അവനെ കൊല്ലുവോ നീ ഹലോ 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 എനിക്കൊന്ന് കാണണം. ആ മുതുക്ക് ബീച്ച് വാ. മുതുക്ക് ബീച്ചിലുണ്ടല്ലോ ഇവിടെ. പിസ്റ്റലാ ചെയ്യാനടിയല്ല അടിയടി വണ്ടി എടുത്തോ വണ്ടിയെടു അണ്ണു ഇപ്പൊ വരാവേ വേറൊരു കണ്ടൂടാ കേരള വേട്ടാവളിയനെ 400 കണ്ണിന്റെ സീരിയൽ നമ്പർ കൊടുക്കണം. 400 കണ്ട സീരിയൽ നമ്പർ കൊടുക്കാല കോപ്പി ചെയ്ത് കൊടുക്കണം മിസ്റ്റർ അക്സിൽ. എന്നാലേ ഒരു കാര്യം വീഡിയോ ഇല്ല വീഡിയോ റെക്കോർഡ് പറ്റൂല. ഹലോ ഹലോ ചന്ദ്രണ്ണ കൊന്നത് മോശമായി പോയി. നീയല്ലടാ എന്നെ ചെയ്യൂന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇപ്പൊ നമ്മുടെ എത്ര നമ്മക്ക് പോലും അറിഞ്ഞൂടാ. നിന്നെയാണോ ഞാൻ അടിച്ചത്? ഒരു മാസം 5 പ്രീമിയം എടുക്കുന്നു. ഒരു പ്രീമിയം ജാക്ക നീയാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലടാ ഓസി പറയില്ലെന്ന് അവിടെ എന്നിട്ട് പറഞ്ഞടാ ശിക്ഷ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ശിക്ഷയാണത്. മെസ്സേജ് നോക്കൂ മെസ്സേജ് നിന്നെ ഞാൻ ശത്രുവാക്കാണ് നിന്നെ സിറ്റിക്കകത്ത് ശത്രുവാക്കാണ് ഞാൻ. മെസ്സേജ് നോക്കൂ മെസ്സേജ് എവിടെ മെസ്സേജ് നോക്കാൻ? നിങ്ങൾ ഫോണിൽ മെസ്സേജ് നോക്ക് പെട്ടെന്ന് നോക്ക്. ഇതെന്താ കൊടുക്കാൻ പറ്റാത്ത? ഹലോ ചന്ദ്ര അണ്ണു വിളിക്കണം. ഹലോ
എടാ തന്തയില്ലാത്തവനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ പ്രശ്നം എന്തോ നിന്റെ? അന്നു നീ എന്തിനാണ് ഈ ആൾക്കാരെ മൊത്തം അടിച്ചിട്ടിട്ട് ചുമ്മാ പോകുന്നേ? അന്നു ഞാൻ ആരെ അടിച്ചില്ല അണ്ണു. നീ ആ ദേവക്കുട്ടി എന്തിനാ അടിച്ചേ നീ? അന്ന് ഞാൻ കാര്യം പറട്ടെ, ആ ദേവക്കൂട്ടി അവിടെ നിന്ന് പറയുവാണേ അലീനെ അടിക്കട്ടാന്ന്. നീ എന്നെ എടാ ഇതൊക്കെ പിടിച്ചോണ്ട് കൂടാ. നീ ആള് മാറി നിൽക്കുന്നൊന്നും അവര് നോക്കത്തില്ലടാ. എന്റെ അടുത്ത് വന്നാടാ ചോദിക്കുന്നേ, ഞാൻ എന്തോടാ ഉത്തരം പറയണ്ട കഴിവറാ മോനെ. അന്ന് നേരെ ഗാംഗോസിലിട്ട് ആരും ചോദിക്കൂല. ഇങ്ങോട്ടാ ഇവിടെ. അതെനിക്ക് അറിയാം, ഗാംഗോസിൽ ആരും ചോദിക്കത്തില്ല. എടാ പക്ഷെ ഇത്രയും പോക്കൃത്തനെ കാണിക്കുന്ന നിർത്തണം. നിനക്ക് എന്തുവാടാ വിരളി പിടിച്ചവനെ? നിന്റെ ദേഹത്ത് ഫുള്ള് വരയാന്നോടാ ഇങ്ങനെ നടന്ന് വറക്കാനായിട്ട്. കുറയ്ക്കാം. എടാ കുറച്ചു ചന്ദ്ര, അവരെന്നെ ഉറക്കും. ഇന്ന് ഇറങ്ങണേ പിന്നെ അവരെന്നെ ഉറക്കും. ആര്? അലീനയും ഗ്യാങ്ങും. നീ ഉറങ്ങാതിരിക്കുകയൊക്കെ ചെയ്യും. നീ കുറച്ച് കുറയ്ക്കും മോനെ, കുറച്ച് കുറയ്ക്കടാ. അന്നുള്ളപ്പോ എന്നെ ഉറക്കും അവര്. കുറച്ച് കുറയ്ക്കൂ, കുറച്ച് വിരളിത്തരം കുറയ്ക്കൂ. കുറച്ച് കുറയ്ക്കണേ. ശരി. അതെ ചന്ദ്ര ചന്ദ്ര എടാ എനിക്ക് എണ്ണാൻ വയ്യ. ഇതെന്ത് ഞാനൊരു കാര്യം പറയാം. ചന്ദ്ര ആ. ഞാൻ പറഞ്ഞല്ലേ ചന്ദ്ര അതൊക്കെ കട്ട് ചെയ്യണമെന്ന്. ഞാൻ നോക്കട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞ ഇതിന്റെ അത്ര എത്ര കണ്ണുണ്ട് ഇപ്പം? അതല്ല ഗണ്ണിന്റെ കേസല്ല ഞാൻ പിന്നെ എന്തിന്റെ ഞാനൊരു കാര്യം ഓസിയാ പറയുന്നത്. ഓസി പറ. ഞാൻ ചന്ദ്രനോട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. ഇത് എന്ത് കട്ട് ചെയ്യണമെന്ന്? നീ ഇപ്പൊ അടിച്ചു ചന്ദ്ര ഇത് കൊന്നില്ല. എന്താ പടച്ചു വിട്ടത് ഇപ്പൊ? നീ കുടിയനാണെന്ന് പണ്ടേ അറിയാം. നീ കഞ്ചാവെന്നായിരുന്നല്ലേ വിചാരിച്ചിരുന്നത്. ഇപ്പൊ കുടിയൻ എന്നുള്ള പദവി കിട്ടിയില്ല. അതല്ലേ നല്ലത്, കുറച്ചുകൂടി ബെറ്റർ. അതല്ലേ ബെറ്റർ കമ്പാരിറ്റീവ്. അതല്ലേ ബെറ്റർ. നീ പിന്നെ ജവക്കയിട്ട് കയ്യില് മറ്റേ കുപ്പിയും വെച്ച് കശത്തി വെച്ച് പോകുമ്പോഴത്തേക്ക് ഞാൻ അത് ഷൂട്ട് ചെയ്യാതിരിക്കാം, ഞാൻ എടുക്കും. പിന്നെ നിറഞ്ഞിരിക്കുമല്ലേ നീ ക്യാമറയില്. എങ്ങനെ ഞാൻ കട്ട് ചെയ്യാനാ? നിന്റെ എവിടെ വെച്ച് കട്ട് ചെയ്താലും നിന്റെ മുഖത്തിന്റെ സൈഡ് വരും, അല്ലെങ്കിൽ നിന്റെ കൈ വരും, കാല് വരും, എവിടെയും വരും. കാരണം നീ എല്ലാ ഫ്രെയിമിലും നീ ആൾക്കാർക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുവല്ലേ. നിന്നെ കാണും എല്ലാ ഫ്രെയിമിലും. എനിക്ക് വയ്യ നിന്നെ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഓടിയാ ഇവൻ ആരടാ ഇവൻ? അണ്ണ ഫോളോ റിക്വസ്റ്റ് ഇൻസ്റ്റ പുണ്ടച്ചി ഓനെ ഇന്ന് വിളിച്ചിട്ട് അവന്റെ അച്ഛന്റെ സീന് കൊള്ളായിരുന്നു നട്ടാളി. ആ ക്ലിപ്പില് വരണം അണ്ണൻ വന്നിട്ട് ചോദിക്കണൊക്കെ. ഹലോ ഒരു സെക്കൻഡ്. ഹലോ നിനക്ക് ഉളുപ്പുണ്ടാടാ നിനക്ക് കുറച്ചെങ്കിലും? നീ എന്റെ ഒരു ഫാൻ തന്നെ, അല്ലെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണോടാ? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണ? നീ എന്നെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഞാൻ നിന്നെ എന്ത് തെറ്റ് ചെയ്തു നിന്റെ അടുത്ത്? എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ആടാ ഒരുത്തനെ അടിയാ സിറ്റിക്കകത്ത് വന്നിട്ട് അടിയാ പുറത്ത് ഈ സിറ്റിക്കകത്ത് വന്നിട്ട് ഇവിടുത്തെ ഫോണിൽ മെസ്സേജ് ചെയ്യണം. പുറത്തെ ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റലി ഫോളോ ചെയ്യാം. ഇതാരടാ? നിന്റെ കൂടെ വന്ന ചെറുക്കൻ മറ്റേ ലീഡർ ബ്ലാക്ക് മാഫിയ ലിവിയ. നീ എപ്പോ വന്ന്? നാലാമത്തെ ഒരു ഇവനായിരുന്നു. ഓ നീയായിരുന്നാ? നിനക്ക് എന്താ പറയാനുള്ളേ? കണ്ടിട്ട് കൊറേ ദിവസമായേ. ചന്ദ്രനെ കാണാത്തൊരു വിഷമം ചന്ദ്ര. ഒരു മിനിറ്റ് ഇപ്പൊ കാണിക്കാം. ചന്ദ്ര അയ്യോ നിർബന്ധമാണെങ്കിൽ അങ്ങോട്ട് ചോദിച്ചോട്ട് കയറാം നമുക്ക്. ചന്ദ്രന്റെ നിർബന്ധമാണോ? ഉണ്ടാ ഇല്ല. ഏടാ ചന്ദ്രനോട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചന്ദ്ര. എന്നെ നിനക്ക് കാണുന്നെ ചന്ദ്രൻ ചന്ദ്രന്റെ കാണാനുള്ള കൊതികളുണ്ടല്ലേ? കാണ്. ചന്ദ്ര വെളുത്തല്ല ചന്ദ്ര. എന്ത് ചെയ്ത്? സോറി അണ്ണ. എടാ ഞാൻ കുറച്ച് വെളുത്തല്ലാന്നാ. കുറച്ച് ഇപ്പൊ ബ്രൂട്ടീഷ്യൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ബ്രൂട്ടീഷ്യൻ നമ്മക്കും പറഞ്ഞുതരോ? പറഞ്ഞുതരാം. ഇതിങ്ങനെ ചോര വന്നില്ലേ? ഇനി നീ പൊങ്ങുമ്പോ നീ നല്ല സുന്ദര കുട്ടനായിരിക്കും. അടാ എണ്ണ അടേ മോളിലത്തെ എത്ര കണ്ണുണ്ടോ നോക്കട്ടെ. ലോയൽറ്റി പോയിന്റ്സ് ഒന്നും കുറയില്ല. അത് ലെവിയാ. അത് ലെവി അളിയാ മോളി നോക്ക അളിയാ. ഒരു 30-40 കണ്ണ എവിടെ കാണുള്ളൂ. ബാബുവിന്റെ തൊള കാണാ. ബാബുവിന്റെ ഫോട്ടോ വയ്ക്കേ.
ബാബു നിക്കർ നോക്കിയേ. സെക്കൻഡ് അലീനെ വിളിച്ചിട്ട് റോങ് ആവട്ടെ. 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75, 80, 85, 90, 95, 100, 105, 110, 115, 120, 125, 130, 135, 140, 145, 150, 155, 160, 165, 170, 175, 180, 185. ഇതാണ് ഈ അന്നേ പറഞ്ഞ വിറ്റ് ഒഴിവാക്കാം കേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ. ആ 250 അളിയ 10 300 കണ്ണ് കാണും ഒരു 300 കണ്ണ്. അപ്പൊ ഇത് നിനക്ക് മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വാസമുണ്ടല്ലോ. വേറെ ഓപ്ഷൻ അല്ലേ വാസോണ്ണ. അപ്പൊ വാസമുണ്ടായിരുന്ന സീരിയലിനെ മേടിക്കേണ്ടി വരും. ഇതൊക്കെ ഒരു കാര്യം ചെയ്യും. പ്ലേറ്റിലൊക്കെ ഇറങ്ങിയിരുന്നു കഴിക്കുന്ന ഞാൻ എന്നെ കൂടെ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇത്രയും കണ്ടെടുത്തിട്ട് കൺസ്യൂമെന്റ് ആവശ്യമാണല്ലേ. ഇതിന്നൊരു 100 എണ്ണം വിൽക്കാം പറഞ്ഞാൽ നിങ്ങൾ കൂടെ വയ്ക്കുവോ? ഇല്ല ഞാൻ എനിക്ക് വയ്യ ഇങ്ങനത്തെ അണ്ടി പരിപാടികളൊന്നും ഞാൻ നിൽക്കില്ല. എണ്ണയും കൂടെ തൂക്കിയെടുത്തിട്ട് ഞാനും കൂടെ ഇങ്ങനെ വിളിക്കില്ല. ഇങ്ങനെ വിളിച്ച് അറിയാൻ നിന്നു പോവാം. പക്ഷെ ഞാൻ വരില്ല. 100 കണ്ണിനൊന്നും പറ്റൂല. ഇങ്ങനെയൊക്കെ ആയി. 100 കണ്ണിനുള്ള സെന്റി ഇറക്കണ്ട. 100 കണ്ണ് പോയെന്ന് പറഞ്ഞ അണ്ണ വന്ന് കീറും നമ്മളെ. എന്താടോ രോമത്തി തൊഴിലടി എന്റെ രോമത്തില് ഞാൻ ദാ വരുന്നു. എന്റെ രോമത്തി നീയൊക്കെ എന്റെ രോമത്തി തൊഴില മനസ്സിലായടി. രോമത്തിത്തോടെ എന്താ വരുന്നേ? നീ വാടി ടർഫ് എത്ര മണിക്കിടായി മന്ദാരം വേറെ കാണും ചേട്ടാ. 200 കണ്ണെന്ന് പറഞ്ഞപ്പോഴേ അവന്റെ കിളി പറഞ്ഞു മൊഴിയോ അവൻ. ഡേ കഴിവറ മോനെ എന്തായാലും സംസാരിക്കടേ. ശുക്ലാംബരൻ ചന്ദ്ര നിന്റെ റൂം ഇതിൽ ഏതാണ് കറക്റ്റാ പറയാം. നമുക്ക് കുറച്ച് ഡിസൈൻ വർക്ക് ഒക്കെ ഞാനിപ്പോ പുറത്ത് നടക്കുന്ന കളിയാ. നിനക്ക് ഇവിടെ റൂമൊന്നും ഇല്ലേ? ഇല്ല ഇതായിരുന്നു എന്റെ റൂം. വന്നിട്ട് പോയാലോ ലോയൽറ്റി പോയിന്റ് പറയാം. അളിയാ വാ ഇവാ നല്ല കടിച്ച് തിന്നണേ. തൊണ്ടക്കുയിലോട്ട് കുത്തി സോറി തൊണ്ടക്കുയിലോട്ട് കുത്തി ഇറക്കിയിട്ട് അവസാനം ആശുപത്രി കൊണ്ട് എനിക്ക് വയ്യ. ബീഫിന്റെ ബീഫ് റിബിന്റെ വലിയ എല്ലില്ലേ അതെടുത്ത് കടിയാ അങ്ങ്. നീ ആരടാ? ഞാനേ ഇവിടെ വന്നപ്പോ ആളെ കണ്ടില്ല. നിന്റെ 2 AR ഉണ്ടോ? 2 AR ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. ഞാൻ പോരണ എടുത്തിട്ട് വരണം. അഴകിയ തമിഴ് മകൻ നീതാ നമുക്ക് അഴകിയ തമിഴ് മകൻ നീതാ. ഇനി AR ഇനിയുണ്ടല്ലോ. ഈ പമ്പര വെടിയായിരിക്കും എന്നാലും തൊട്ട എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ഞെക്കിയ പിടിക്കും. എന്താ ലവി ഒരു പിണക്കം മൊത്തൊരു വിഷമം? ചാന്തനടുത്ത് പണക്കൊണ്ട് പിണക്കമില്ലേ? ഒന്നുകൂടെ കൊല്ലട്ടാപ്പാ. ഓ വേണ്ട വണ്ടി പോട്ടെ എന്റെ പണ്ടത്തെ ഡൂക്ക് ഇറക്കാൻ പോണേ. എനിക്ക് ഇവിടെ വീട് പണിഞ്ഞു തരായ. എവിടെ പണിഞ്ഞേരാ? ഇതേ മോഡലിൽ വേണോ അതോ വേറെ മോഡൽ? ഈ മോഡൽ തന്നെ വേണം. എന്നിട്ട് ഇന്റീരിയറിൽ വരണോ അല്ലേ? അങ്ങനെയല്ലേ? ഇതൊരു ഗ്യാങ് ഹൗസ് നോക്കിട്ടാ ബഗ് കൊണ്ടുവരുന്നുണ്ടോ? ബഗ് ഏത്
ബഗ് ബഗ് ഇവിടെ വേറൊരു ബഗ് മോഡൽ 2023 തൊട്ട് ബഗ് വരാൻ തുടങ്ങിയതാ. ബഗ് വരും ബഗ് പോവും, ബഗ് വരും ബഗ് ആവും, ബഗ് ആവും ബഗ് വരും. എന്റെ ഓരോ ബർത്ത്ഡേക്കും ബഗിന്റെ ഓരോരോ വർഷം ഇറങ്ങും, 2 ദിവസം കഴിയുമ്പോൾ പോവും. അതെനിക്കറിയാം. അത് ഇവിടത്തെ നമ്മളെ കൊണ്ടിറക്കണ പരിപാടിയുള്ള അത് കൊണ്ടുവരേണ്ടത് നിന്റെ പരിപാടിയാണ്, അറിയാല്ലേ? അവിടെ വലിയ വിഷയം എന്തിനായിട്ടാ? വലിയ വിഷയം എന്തായെന്ന് പറയുന്നത് ഡ്രാഗൺ